എല്ലാം സമത്വത്തോടെ കാണാൻ പറ്റുന്ന ബുദ്ധിയാണ് ഈ സമാധാനത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. നമ്മൾ മനസ്സിൽ സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മളുടെ ആത്മശക്തിയായിരിക്കുന്ന ബ്രെയിൻ്റെ സപ്പോർട്ടിലാണ്, അണ്ടറിലാണ് മനസ്സ് എന്ന് പറയാം. അപ്പോൾ സമാധാനം എന്ന് പറയുന്നതിൽ ഒരു സമാധിയുണ്ട്. അപ്പോൾ ധ്യാനത്താലാണ് ധാരണയിലൂടെയാണ് ആ സമാധി സമമായിരിക്കുന്ന ബുദ്ധി എങ്ങനെയാണ് സമമാകുന്നത്? ബുദ്ധിയും മനസ്സും ഒരുമിച്ച് ചേരുകയാണ്. അതായത് ആത്മാവും മനസ്സും ഒരുമിച്ച് ചേരുകയാണ്. സന്ദേഹ നിവാരണമാണ് അവിടെ എന്താണ്? സംശയരഹിതമാണ്. മനസ്സ് സന്ദേഹപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ? അല്ല, സമാധാനത്തോടു കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് ഈ സമാധിയുടെ ഒരു ഗുണം. ജ്ഞാനത്താൽ മനസ്സ് സാന്ദ്രമാകുന്ന അവസ്ഥയാണ്, ഉറച്ച ധ്യാനമാണ് എന്ത്? സമാധി. അപ്പോൾ ഈ സമാധി എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കേണ്ടത്, ശ്രദ്ധിച്ചാലാണ് മനസ്സിലാകുള്ളൂ. ശ്രദ്ധിക്കാതിരുന്നാൽ പ്രശ്നമാകും. ശ്രദ്ധ എന്ന് പറയുന്നൊരവസ്ഥ, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ മനസ്സ് സാന്ദ്രമായിരിക്കുന്ന അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഉറച്ച ധ്യാനം. ബുദ്ധിയും മനസ്സും ഒന്നായിത്തീരുന്ന അവസ്ഥ, ആത്മാവും മനസ്സും ഒന്നായിച്ചേരുന്ന അവസ്ഥ. മനസ്സിൻ്റെ ഇച്ഛകളെ വെടിഞ്ഞ് ഇന്ദ്രിയ നിഗ്രഹത്തെ ചെയ്ത് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന ബ്രെയിൻ്റെ അണ്ടറിൽ മനസ്സ് ചേർന്നിരിക്കുന്ന അവസ്ഥ, ഒന്നായിത്തീരുന്ന അവസ്ഥ. അതാണ് ബുദ്ധിയും ചിത്തവും ഒന്നാകുന്ന ചിന്തയുടെ ഏറ്റവും റൈറ്റായിട്ടുള്ള ഒരവസ്ഥ. നമ്മൾ സ്ട്രെയിറ്റ് ആകുന്ന ഒരവസ്ഥ. ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ വിട്ടുപോകാത്തൊരു സംഭവം മനസ്സിലാക്കണം. ഇത് മനസ്സിൻ്റെതാണ് സമാധി എന്ന് പറയുന്ന അവസ്ഥ. മനസ്സിൻ്റെ അവസ്ഥയാണ് സമാധിയെങ്കിൽ, അതായത് ബുദ്ധി മനസ്സിലേക്ക് ഇറക്കി വയ്ക്കുന്ന അവസ്ഥയാണ് സമാധിയെങ്കിൽ, മനസ്സുണ്ടാവണമെങ്കിൽ നമ്മളവിടെ ജീവിച്ചിരിക്കണ്ടേ? മനസ്സ് ബുദ്ധിയുമായി ചേർന്നിരിക്കണമെങ്കിൽ, ബുദ്ധി മനസ്സിലേക്ക് ഇറക്കി വെക്കണമെങ്കിൽ മനസ്സിൻ്റേതാണ് സമാധി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ സമാധി എന്ന് പറയണമെങ്കിൽ സമമായിട്ട് ധി ഉണ്ടാവണം. അതായത് ശരീരത്തിൽ ബുദ്ധിയും മനസ്സും ഉണ്ടാവണം. ബുദ്ധി ചിത്തത്തിലേക്ക് ചേർന്ന് നിൽക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് സമാധി ഉണ്ടാവുള്ളൂ. ധി ഉണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ആത്മശക്തി ഉണ്ടാവണം, മനഃശക്തി ഉണ്ടാവണം, ശരീരശക്തി ഉണ്ടാവണം. ഈ ത്രിഗുണ വൈഭവമാണ് പ്രപഞ്ചം. ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന പഞ്ചഭൂതാത്മകമായ ശരീരമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സമാധി ഉണ്ടാവുള്ളൂ. അതിലൂടെ നമുക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുള്ളൂ, സമനില ഉണ്ടാവുള്ളൂ, തുല്യനില ഉണ്ടാവുകയുള്ളൂ, ഒരുമ ഉണ്ടാവുകയുള്ളൂ. ഒരുമയ്ക്ക് വേണ്ടിയിട്ടാണ് യോഗം. നമ്മളൊരു യോഗമൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണ്? നരകമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മളൊരു മീറ്റിംഗ് വിളിക്കുക, അല്ല ഒരു യോഗം വിളിക്കുന്നത്. ആ യോഗം ഈ പ്രപഞ്ചത്തിൻ്റെ ആ നരകാവസ്ഥയിൽ നിന്നും സ്വർഗീയതയിലേക്കുള്ള ചുവടുവെപ്പാണ് യോഗം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അജ്ഞാനത്താൽ ഉണ്ടാകുന്ന ആ നരകാവസ്ഥയിൽ നിന്നും സ്വർഗീയ അവസ്ഥയിലേക്കുള്ള മാറ്റത്തിന് യോഗം ആവശ്യമാണ്. ആ യോഗം നമ്മളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയാകുന്നു. ആ സമാധി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ആചാര്യന്മാർ പറഞ്ഞു നടക്കുന്ന രീതിയിലുള്ള ഒന്നല്ല എന്ന് അറിയുക. സമാധി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? പരമമായിരിക്കുന്ന സത്യത്തെക്കുറിച്ച് പൂർണ്ണജ്ഞാനം സിദ്ധിക്കണം. അതാണ് ധി. എന്തിനെക്കുറിച്ചുള്ള ധിയാണ് ഉണ്ടാവേണ്ടത്? ഈ നമ്മളുടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ പരം വൈഭവത്തെക്കുറിച്ചുള്ള, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് നമ്മളുടെ ബ്രഹ്മശക്തിയിലുണ്ടാവേണ്ടത്, ആത്മാവിലുണ്ടാവേണ്ടത്. ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആത്മീയപരമായിട്ട് നമുക്ക് ആ ബ്രഹ്മശക്തി ഉണ്ടാവണമെങ്കിൽ, ആ ധീ ഉണ്ടാകണമെങ്കിൽ, നമ്മൾക്ക് ജനന കാരണ ശക്തിയായിരിക്കുന്ന ആ പ്രകൃതിയുടെ വൈഭവം എന്താണ്, ആ ബ്രഹ്മം എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനത്തെ നമ്മൾ ധരിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ യുഗ്മസഞ്ചാരം സാധ്യമാകുള്ളൂ. അപ്പോഴാണ് ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ചേർത്ത് വയ്ക്കുന്ന ആ വൈഭവം, ഈ ജീവാത്മ പരമാത്മ ബന്ധം എന്താണെന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ആ അറിവിൻ്റെ ധാരണയിൽ നിന്നാണ്, ആ ധ്യാന മാർഗത്തിലൂടെയുള്ള ധാരണയിൽ നിന്നിട്ടാണ് നമ്മളുടെ ജീവിതവുമായിട്ട് അതിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് മാർഗത്തിലാണോ നമ്മൾ ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ധാരണകൾ ഉണ്ടാവേണ്ടത്. ആ ധാരണയിലൂടെയാണ് നമ്മളുടെ സമാധി വരുന്നത്. നമ്മളുടെ അറിവിൽ മനസ്സിനെ
ഉറപ്പിക്കുന്ന അവസ്ഥയാണത്. 10 ഇന്ദ്രിയങ്ങളെയും 11ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള മനസ്സ് ആത്മശക്തിയിൽ കൊണ്ടുവരിക, ബ്രെയിൻ്റെ അണ്ടറിൽ കൊണ്ടുവരിക. നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ബ്രെയിനായി മാറുന്ന അവസ്ഥ. മനസ്സ് പൂർണ്ണമായിട്ടും ആത്മശക്തിയാൽ സന്ദേഹങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥ. പറയുന്നതെല്ലാം എന്തായിരിക്കും? സന്ദേശമായിരിക്കും, അറിവായിരിക്കും, ശാസ്ത്രമായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള മൗനമായിട്ടുള്ള തപസ്സാണ്. ശരിക്കും നമ്മളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കൽ തന്നെയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. എല്ലാവർക്കും ധ്യാനം വ്യത്യസ്തമാണ്. ധ്യാനം ഒന്നിച്ചിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. ധ്യാനം ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഓരോരുത്തരുടെയും ധ്യാനം വ്യത്യസ്തമായിരിക്കും. ഒറ്റയ്ക്കിരുന്നാണ് ധ്യാനിക്കേണ്ടത്. ഭജനം കൂട്ടത്തോടെ ആവാം. അതാണ്. ധ്യാനം ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. മഹർഷിമാരെല്ലാവരും, ഋഷീശ്വരന്മാരെല്ലാവരും സമാധി നിഷ്ഠനായിരിക്കും. സമാധിയിൽ നിഷ്ഠയുള്ളവരായിരിക്കും. സമാധിമാൻ എന്ന് പറയുക. സമാധിയോട് കൂടിയവൻ, ഏകാഗ്രതയോട് കൂടിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ മരിച്ചിരിക്കുന്നവൻ എന്നല്ല അർത്ഥം. അതാണ് നമ്മളുടെ മക്കൾ അറിയേണ്ടത് കേട്ടോ. എനിക്ക് കൂടുതലും മക്കളോടാണ് പറയാനുള്ളത്. എന്നും എപ്പോഴും ഉണർന്നിരിക്കുന്നവൻ എന്നാണ് അതിന് മറ്റൊരർത്ഥം. ജാഗ്രതയോടെ ഇരിക്കുന്നവൻ, ബുദ്ധിയാൽ ധീയാൽ ഉണർന്നിരിക്കുന്നവൻ, ഏകാഗ്രമായിട്ട് ഇരിക്കുന്നവൻ, ചരിക്കുന്നവൻ, കിടക്കുന്നവൻ. സമാധി എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ധ്യാനം ഇരുന്നാണ് ചെയ്യേണ്ടത്. അത് ഉത്തമം. അതാണ് പെർപെൻഡിക്കുലറായിട്ട് നിവർന്നിരുന്ന് ധ്യാനിക്കുക. നട്ടല് നിവർന്നിരിക്കുക എന്ന് പറയും. നടന്നാലും ഇരുന്നാലും കിടന്നാലുമെല്ലാം നമുക്ക് സമാധി, സമമായിരിക്കുന്ന അവസ്ഥ, ആ ധീ, എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ആ ധീയിൽ, ആ ബുദ്ധിയിൽ ജീവിക്കാൻ കഴിയും. സമാധി വിരതൻ എന്ന് പറഞ്ഞാലോ, സമാധിയിൽ നിന്നും ഉണർന്നവൻ എന്നാണ് അർത്ഥം. സമാധിസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സമാധിയിൽ മുഴുകിയവൻ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അല്ലാതെ മരിച്ചു പോയവൻ എന്നല്ല അർത്ഥം. അങ്ങനെ അഷ്ടാംഗയോഗങ്ങളിലൂടെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്ന് പറയുന്ന അവസ്ഥയിലൂടെ ജീവിച്ച് മരിക്കുന്ന ആ ഋഷി തുല്യരായിട്ടുള്ള ആളുകളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ആ ഇടത്തെ ശവകുടീരം എന്ന് തന്നെയാണ് പറയുക. സമാധി സ്ഥാനങ്ങളെന്നും പറയും. കാരണം അദ്ദേഹം പരം വൈഭവത്തിലേക്ക് എത്തിയിട്ടാണ് അവിടെ ആ പ്രകൃതിയിൽ തന്നെ അദ്ദേഹം അലിഞ്ഞു ചേർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾക്ക് അദ്ദേഹം സമാധിയായ അദ്ദേഹത്തിൻ്റെ ആ ശവകുടീരങ്ങളുടെ അടുത്ത് പോയിട്ട് ധ്യാനത്തിലിരിക്കാം. അദ്ദേഹത്തിൻ്റെ റൂട്ടിൽ സഞ്ചരിക്കുന്നവർക്ക്, ആ ധ്യാന മാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക്, ആ ലക്ഷ്യത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ഗുരുവിൻ്റെ, ആ താപസൻ്റെ, ആ ഋഷിയുടെ ആ മാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ആ ഉയിർകൊണ്ട മണ്ണിൽ ധ്യാനിക്കാം ഇരുന്നു. പക്ഷേ ക്ഷേത്രങ്ങൾ അറിയേണ്ടത് ഇതാണ്. ക്ഷേത്രങ്ങൾ സമാധി സ്ഥാനങ്ങളല്ല. ഇത്തരം ശവകുടീരങ്ങളല്ല ക്ഷേത്രങ്ങൾ. നമുക്ക് സമാധി ഇരിക്കാൻ പറ്റുന്ന, ഏകാഗ്രമായിട്ട് മനസ്സിനെ സമാധിയിലേക്ക് എത്തിക്കുവാൻ പറ്റുന്ന, ഏകാഗ്രമായിട്ട് നമുക്ക് ധാരണകളെ സ്വീകരിച്ചുകൊണ്ട് ധ്യാനത്തിലൂടെ സമാധിയിലേക്ക് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. സമാധി എന്ന് പറഞ്ഞാൽ മരണമല്ല, ആത്മാവിനെ, മനസ്സിനെ വെടിയിലല്ല, ശരീരത്തെ ഉപേക്ഷിക്കലല്ല സമാധി. സമാധി എന്ന് പറഞ്ഞാൽ ഈ മൂന്നും ഒന്നിച്ചേർന്നിരിക്കുന്ന, ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ ഒന്നിച്ചിരിക്കുന്ന, ഈ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്, ഐക്യതപ്പെട്ടു പോകേണ്ടതാണ് എന്ന് പറയുന്ന ആ വേദാന്ത രഹസ്യത്തെ, ബ്രഹ്മത്തെ അറിയുന്ന അവസ്ഥയിൽ നമ്മൾക്ക് ഏകാഗ്രമായിട്ടിരിക്കാൻ പറ്റുന്ന ഇടങ്ങളാണ്, സമാധി സ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ. അല്ലാണ്ട് മരിക്കുമ്പോൾ കൊണ്ട് അടക്കുന്ന ശവകുടീരങ്ങളല്ല ക്ഷേത്രങ്ങൾ എന്നുള്ള നമ്മുടെ ആളുകൾ മനസ്സിലാക്കണം. ഇപ്പം എല്ലാ ആളുകളും പറയുന്ന ഒരു രീതിയാണ്, നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം സമാധി സ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ശവകുടീരങ്ങളല്ല എന്നാണ് അർത്ഥമാക്കേണ്ടത്. സമാധി സ്ഥാനങ്ങളാണ്. നിങ്ങൾ അഷ്ടാംഗയോഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ അഷ്ടാംഗയോഗയുടെ മാർഗങ്ങളിലെ അവസാനത്തെ പാദമായിരിക്കുന്ന സമാധി, ബുദ്ധിയെ സമമായിട്ട് ഉറപ്പിച്ച്, മനസ്സിലേക്ക് ഉറപ്പിച്ച് വെച്ച് 10 ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ച്, ഇന്ദ്രിയ നിഗ്രഹം നടത്തി മനസ്സിനെ ആത്മാവുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ അദ്ദേഹം സമാധി ആണ്, സമാധിസ്ഥനാണ്. അദ്ദേഹം സമാധിസ്ഥനാണ്.
സമാധിയിൽ മുഴുകിയവനാണ്. സമാധി സ്ഥാനം ശവകുടീരം മാത്രമല്ല. അങ്ങനെയുള്ള മഹാഋഷീശ്വരന്മാരുടെ ധ്യാന കേന്ദ്രങ്ങളാണ്, ധ്യാനിക്കേണ്ട ഇടങ്ങളാണ്, ധാരണയെ ധരിക്കേണ്ട ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതാണ് സമാധി സ്ഥാനങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ ആരുടെയെങ്കിലും ഭൗതിക ശരീരങ്ങളെ അടക്കം ചെയ്തിട്ടുള്ള ശവദേഹങ്ങളെ അടക്കം ചെയ്തിട്ടുള്ള ഇടങ്ങളല്ല ശിവദേഹങ്ങൾ, ക്ഷേത്രങ്ങളെന്നറിയുക. ശവ ആരാധനയല്ല ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്, ശിവാരാധനയാണ് എന്ന് അറിയുക. വൈഷ്ണവ ക്ഷേത്രമാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ആരാധന നടക്കുന്നത്? ശിവനെ ഈ മണ്ണിനെ മാധവമാക്കുവാൻ വേണ്ടിയിട്ടാണ്. മാധവനാൽ ആ സംരക്ഷണം തീർക്കുന്നത്. ലക്ഷ്മി ലോകം എന്ന് പറയുന്നത് ജന്തുലോകമാണ്. ആ ലക്ഷ്മി ലോകവും ആരെയാണ് പൂജിക്കുന്നത്? നാരായണനെയാണ്, നരനെയാണ് പൂജിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മണ്ണിനെ മാധവമാക്കാൻ. ഈ ഹിമയെയും മഹിയെയും ശിവനെയും പാർവതിയെയും ജലത്തിനെയും മണ്ണിനെയും ചേർത്ത് വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ആരാധന. ശവദേഹങ്ങളാക്കാതെ, മൃത്യുവിൻ്റെ ദേശങ്ങളാക്കാതെ മാതൃദേശമായിട്ടാണ് നമ്മളുടെ ഭൂമികളെ കൽപ്പിക്കേണ്ടത്. ശവകുടീരങ്ങളല്ല ക്ഷേത്രസ്ഥാനങ്ങളെന്നറിയുക. ഇപ്പം നമ്മൾ പിന്തുടരുന്ന ഈ പ്രവണത ഇത് അനർത്ഥത്തിന് കാരണമാകും. സമാധി സ്ഥാനങ്ങൾ എന്നുള്ള ആ പ്രയോഗങ്ങൾ അർത്ഥത്തെ അറിഞ്ഞിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളുടെ സമാധാനവും നമ്മളുടെ ശ്രദ്ധയുമെല്ലാം മാറും. അഭിപ്രായം മതങ്ങളാണ്. അഭിപ്രായങ്ങളുടെ ആലയങ്ങളല്ല ക്ഷേത്രങ്ങൾ, അറിവിൻ്റെ ആലയങ്ങളാണ്. അറിവാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്നുള്ള ഒരു ധാരണയുണ്ടാവണം. എന്നാലാണ് നമുക്ക് ആ സമാധിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ശരീരം ഉപേക്ഷിക്കുന്ന, ജീവൻ വെടിയുന്ന, ശരീരത്തെ നമ്മൾ വെടിയുന്ന അവസ്ഥയല്ല സമാധി. ജ്ഞാനയോഗവും കർമ്മയോഗവും തന്നെയാണ് ഈ യോഗദ്വയങ്ങൾ. അഷ്ടാംഗയോഗത്തിൽ ഇത് ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം നമ്മൾ. ജനനാനന്തരമാണ് നമ്മുടെ ജീവിതം, മരണാനന്തരമല്ല എന്ന് അറിയുക. അറിഞ്ഞിരിക്കേണ്ടത് ഭൂമിയിലെ ശവകുടീരങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണം, ഇത് ശവകുടീരമല്ല, ശിവകുടീരമാണ്. ഈ ശിവത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശവാരാധനയല്ല ചെയ്യുന്നത്, ശിവാരാധനയാണ് ചെയ്യേണ്ടത്. ഓരോ ഖണ്ഡങ്ങളെയും ശിവകുടീരങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശവാരാധനയെ ചെയ്യാത്തത്. ശിവത്വത്തിന് വേണ്ടിയിട്ടാണ്, ഈ ശൈവ നിലയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരാധനയെ ചെയ്യേണ്ടത്. നമ്മളുടെ ക്ഷേത്രങ്ങളെല്ലാം ശവാലയങ്ങളാവണോ അതോ ശിവാലയങ്ങളാകണോ? നിങ്ങൾ ആലോചിക്കൂ. ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പരമശിവനായിരിക്കുന്ന ഭൂമിയാണ് ശിവൻ. ആലോചിക്കുക.